കോഴിക്കോട് നഗരത്തിൽ കടക്ക് തീപിടിച്ചു. മുതലക്കുളത്ത് പ്രവർത്തിക്കുന്ന ചായക്കടയാണ് കത്തി നശിച്ചത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടത്തിന് കാരണം. തീ പടരുമ്പോൾ അത്ഭുതകരമായി കടയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ജീവനക്കാരന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഒരിക്കൽ കൂടി അതിലേക്ക്. ഈ തീ കത്തി നശിച്ച ഈ കടയുടെ തൊട്ടടുത്ത ഒരു കടയുടെ ഉടമ നൌഷാദ് ചെയ്തിരുന്നു. ശ്രീ നൌഷാദ്, ഈ സംഭവം ഉണ്ടാവുന്ന എപ്പോഴാണ്, നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന എപ്പോഴാണ്? നൌഷാദ് കേൾക്കാവോ? നൌഷാദ്, ഓക്കെ, നൌഷാദിലേക്ക് എത്താം. രാഹുൽ സുരേഷ് എഴുതുന്നു. രാഹുൽ, ഈ ജീവനക്കാരൻ, പരിക്കേറ്റ ജീവനക്കാരൻ ആരാണ്, അയാളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് തുടങ്ങിയതിന്റെ അപ്ഡേറ്റ്സ് എന്താണ് രാഹുൽ? ഹാഷ്മി, കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് മുതലക്കുളത്ത് ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു അപകടം നടക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയ്ക്കാണ് ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്ന് വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. 2 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് മലപ്പുറം തിരൂർ സ്വദേശിയാണ് ഈ പരിക്കേറ്റയാളെന്നാണ് മനസ്സിലാവുന്നത്. ഇയാൾ കോഴിക്കോട്ടെ മിംസ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഏറെ നേരം ഈ തീക്കുള്ളിൽ നിന്നും പുറത്ത് വരാനാകാതെ ഈ ജീവനക്കാരൻ കടയ്ക്കുള്ളിൽ തന്നെ തുടരുകയായിരുന്നു. ഒടുവിലാണ് ഈ തീക്കുള്ളിലൂടെ കടന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ നാട്ടുകാർ പറയുന്നത് ഈ തീപിടുത്തം ഉണ്ടായാൽ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനം ഈ ഹോട്ടലിനുള്ളിലില്ല. കയറുന്ന വഴി മാത്രമാണ് പുറത്തേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത്. സാധാരണ ഹോട്ടലുകളുടെ പുറയിൽ എമർജൻസി എക്സിറ്റ് ഒക്കെ ഉണ്ടാവുന്നതാണ്. ഇത്തരത്തിൽ ഈ സംവിധാനം ഈ കടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല, പരിധിയിൽ കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ ഈ കടയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ചെറിയൊരു ചായക്കടയാണ്, പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ ഉൾപ്പെടെ ഏതാണ്ട് 5-ൽ കൂടുതൽ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ഈ കടയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ പരിധി കൂടുതൽ സിലിണ്ടറുകൾ ഈ കടയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിലെല്ലാം തന്നെ ഫയർഫോഴ്സ് വ്യക്തമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അതിനൊടുവിൽ മാത്രമാണ് വ്യക്തമായ കാരണങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീപിടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് തന്നെയാണ്. മാത്രമല്ല, ഹൃദയഭാഗമാണ്. രാവിലെ ആയതുകൊണ്ട് മാത്രമാണ് ഈ അപകടത്തിന്റെ ഈ കടയോട് ചേർന്നുള്ളൊരു കടയോട് നൌഷാദ്, ഈ ജീവനക്കാരന്റെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് എന്താണ് അറിയാൻ കഴിയുന്നത്? ജീവനക്കാരൻ്റെ രാവിലെ 6 മണിക്കാണല്ലോ സംഭവിച്ചത്. അതെ. ആ ഉടനെ തന്നെ അവരെ ആംബുലൻസിൽ മിംസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 40% ഏകദേശം പ്രോബ്ലം ഉണ്ടെന്നാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു വിവരം കിട്ടുന്നത്. ഇത് എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? പെട്ടെന്ന് തീ മൊത്തത്തിൽ ആളി പിടിക്കായിരുന്നോ? മൊത്തത്തിൽ ഇവര് രാവിലെ തന്നെ എന്താ പറയാ, കുക്ക് വന്നിട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് വയറിലൂടെ ചെറുതായിട്ട് ലീക്ക് വന്നതാ. അങ്ങനെ പൊട്ടിത്തെറിക്കുകയും 50%ഓളം അവിടെ നിന്ന് തന്നെ കത്തിയിട്ടുണ്ട്. ആ 50% ആണ് കുറ്റിയടക്കം ഒരു 200 മീറ്ററോളം അകലത്തേക്ക് പോയിട്ട് ഗ്ലാസിന് വന്ന് തട്ടി ഗ്ലാസ് പൊട്ടി. ഗ്ലാസ് പൊട്ടിയിട്ട് പിന്നെ രണ്ടാമത്തെ ഒരു നമ്മുടെ ഡോറിന്റെ ഉള്ളിലുള്ള ഒരു ഗ്ലാസിന് പൊട്ടിയിട്ട് ഒരു പ്ലൈവുഡിന് അടിച്ചിട്ട് ഒരു ടെഫ്ലോൺ ഗ്ലാസ് വേറെ ഉണ്ട്. ആ ഗ്ലാസും പൊട്ടിയിട്ട് ആ ആഘാതത്തിൽ വന്ന് പതിക്കുക ചെയ്തത് ഉണ്ടായിട്ട്. അതെ, ഗ്യാസും കുറ്റി. ആ ടെഫ്ലോൺ ഗ്ലാസിന് വന്ന് ഇടിച്ചതിനെ കൊണ്ടാണ് ഒന്നും കൂടി അതിന്റെ ഒരു സ്ട്രോങ് കുറഞ്ഞത്. അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ട് കുറെ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഇതൊരു വൻ തീപിടുത്തം തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ തൊഴിലാളികളും മറ്റേ ഓട്ടോ തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റുള്ള തൊഴിലാളികളും വ്യാപാരികളും പോട്ടർമാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെ സഹകരണമാണ് ഈ വലുതെന്ന് ചെറുതായി നിന്ന് തന്നെ പറയാം. ഇതിനോട് ചേർന്നിരിക്കുന്ന ആ കടയാണോ ദിനകർ എന്ന് എഴുതിയിരിക്കുന്ന ഇപ്പുറത്തെ കടയാണോ? കിഴക്ക് ഭാഗം മുതലക്കുളം ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഈ ചായപ്പീട കിടക്കുന്നത്. നൗഷാദിന്റെ കടയ്ക്ക് പ്രശ്നമുണ്ടോ? എന്റെ ഷോപ്പിലാണ് ഒരു 2 lakhs അടുത്ത് ലോസ് വന്നിട്ടുണ്ട് ഇപ്പൊ. കാരണം എന്റെ ഒരു ഫാൻസി ലൈറ്റ് ആണ്. അതിൽ ഒന്നായിട്ട് ഷാൻലിയർ ആണ്. ഷാൻലിയർ ഒക്കെ കംപ്ലീറ്റ് പൊട്ടി തെറിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഷോപ്പ് കണ്ടാൽ അറിയാം, ഷോപ്പിലൊക്കെ നിറയെ ഗ്ലാസിന്റെ ചില്ലുകൾ പൊട്ടി വിതറി കിടക്കാം. അതെ അതെ അതെ. ഇതിൽ വലിയൊരു എന്താ വെച്ചാല് എന്റെ ഷോപ്പില് ഫാന്റെ പെട്ടിമിലൊക്കെയാണ് ഇത് വന്ന് വീണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാവുമായിരുന്നു. നഷ്ടം എന്ന് പറയുകയാണെങ്കിൽ ഈ ഭാഗം കംപ്ലീറ്റ് കത്തിപ്പോയിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അഭിനന്ദനം അർഹിക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഷാരൂൺ ചേരുന്നുണ്ട്. ഷാരൂൺ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കാര്യം അതൊരു തീപിടുത്തമാണ്. ഒരു വലിയ തീപിടുത്തത്തിലേക്ക് പോവാതെ അതിനെ തീ അണയ്ക്കാൻ കഴിഞ്ഞു.
എന്താണ് പോകുമ്പോൾ നിങ്ങൾ കണ്ടത് അരുൺ? നമസ്കാരം. നമുക്ക് ഏകദേശം ഇന്ന് രാവിലെ ഒരു 6:45 കൂടിയായിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോള് ഫയർ സ്റ്റേഷനിലേക്ക് ലഭ്യമാകുന്നത്. ആ ഉടനെ തന്നെ ഏകദേശം ഒരു മിനിറ്റോട് കൂടി തന്നെ ഞങ്ങൾ അവിടെ മുതലക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുകയും അവിടെ ചെല്ലുമ്പോൾ ഹോട്ടലിലെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കത്തിയ രീതിയിലായിരുന്നു. LPG സിലിണ്ടറിന് ലീക്കായി അതിൽ നിന്നും ഫയർ ഉണ്ടായതായിരുന്നു ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ ആ LPG സിലിണ്ടർ ബ്ലാസ്റ്റ് ആയിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങളാണ് തൊട്ടടുത്ത കടകളിലേക്ക് എല്ലാം തെറിച്ചു പോയിട്ടുള്ളത്. ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നുള്ളോ? അല്ല, അവിടെ ഏകദേശം 8ഓളം സിലിണ്ടറുകൾ ഞങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു സിലിണ്ടറാണ് ആദ്യം ബ്ലാസ്റ്റ് ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ചായക്കടയല്ലേ, വലിയ അത്യാവശ്യം വലിയ ഹോട്ടലാണെന്ന് തോന്നുന്നു അല്ലേ? ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള ഒരു ഹോട്ടലായിരുന്നു. ഒരു ബേക്കറിയും ഒരു ചായക്കടയും കൂടി കൂടി ചേർന്നതായിരുന്നു. ഈ സാധാരണഗതിയിൽ ഈ ചേർന്ന് ചേർന്നുള്ള കടകളിൽ വളരെ പെട്ടെന്ന് അടുത്ത കടകളിലേക്ക് തീ പടരുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് കാണാറുള്ളത്. എന്തായാലും ഇവിടെ ഉണ്ടായില്ല, ഭാഗ്യം അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ എത്തിയിരുന്നു. ഞങ്ങൾ കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ എന്നുള്ള ഒരു യൂണിറ്റും അതുപോലെ തന്നെ മീഞ്ചന്ത ഫയർ സ്റ്റേഷനിൽ 2 യൂണിറ്റും ആ സമയത്ത് തന്നെ അവിടെ എത്തിയിരുന്നു. അപ്പോൾ നമുക്ക് സംയോജിതമായിട്ട് അവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. 2 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരാൾ രക്ഷപ്പെട്ടിരുന്നു, മറ്റൊരാൾ അതിലൊരു ബാരലിൽ അയാൾ ഇറങ്ങി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അരയ്ക്ക് മുകളിലേക്ക് ഏകദേശം പൊള്ളിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ പോകുമ്പോൾ ഒരാൾ കടക്കുള്ളിൽ ഉണ്ടായിരുന്നോ? അതെ, അവരെ പിന്നീട് നമ്മൾ പോലീസ് വാഹനത്തിൽ നമുക്ക് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഓക്കെ അരുൺ, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. കാര്യം അത് ഒരു വലിയ ദുരന്തത്തിലേക്ക് നിങ്ങളുടെ ഇടപെടൽ ഒക്കെ കാരണം അത് മാറാതിരുന്നു. എന്തായാലും ആ കട ഏതാണ്ട് പൂർണ്ണമായി കത്തി നശിച്ചു. ഒരാൾ ചാടി രക്ഷപ്പെട്ടു, അയാൾക്ക് 40% പൊള്ളലുണ്ട്. ഇപ്പോൾ അരുൺ പറയുന്നത് ഇവർ ഫയർഫോഴ്സ് അവിടെ എത്തുമ്പോൾ കടയ്ക്കുള്ളിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു, ബാരലിൽ വെള്ളത്തിലിറങ്ങി നിൽക്കായിരുന്നു, അയാൾക്കും പൊള്ളലുണ്ട്. എന്തായാലും 40% പൊള്ളൽ എന്നൊക്കെയാണ് ആദ്യം നൗഷാദ് പറഞ്ഞിരുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് അവർ അത്രയും അത്ഭുതകരമായ ജീവിതത്തിലേക്കൊരു വലിയ ചാട്ടം നടത്തിയവരാണ്. എത്രയും പെട്ടെന്ന് ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വരട്ടെ ആ ജീവനക്കാർ.